കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർഫോമൻസ് എവാലുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബെനഫിറ്റ്സും യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. പെർഫോമൻസ് ഇവാലുവേഷന് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു എന്താണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൂൾ ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്ക് യൂണിറ്റ്. ഒരു വർക്ക് യൂണിറ്റിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ടൂളാണെന്ത് പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് യൂണിറ്റിൻ്റെ എഫിഷ്യൻസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏകദേശം 10 മെത്തേഡ്സ് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 1 മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ്, 360-degree ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫുൾ സർക്കിൾ അപ്രൈസൽ. ഈ 3 പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഒന്നിൽ മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ 360-degree ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഫുൾ സർക്കിൾ അപ്രൈസൽ. ഈ 3 പേരിൽ എന്തറിയപ്പെടാറുണ്ട്? ഈ മൾട്ടി സോഴ്സ് അസസ്മെൻ്റ് എന്നുള്ള മെത്തേഡ് അറിയപ്പെടാറുണ്ട്. മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ് ഇൻവോൾവ്സ് ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം എ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. എന്താണ്? ഒന്നിലധികം കസ്റ്റമറെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുക? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഹു ആക്ച്വലി ഡീൽ വിത്ത് ദി എംപ്ലോയി. ആ കസ്റ്റമർ ആരായിരിക്കും? ഹു ആക്ച്വലി ഡീൽ വിത്ത് ദി എംപ്ലോയി. എംപ്ലോയിയുമായിട്ട് ആക്ച്വലി ഡീൽ ചെയ്തിട്ടുള്ള കസ്റ്റമർ ആയിരിക്കണം. ഡീൽ വിത്ത് ദ എംപ്ലോയി, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഒരു എംപ്ലോയിയുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അത് ഇൻറ്റേർണലി ആകാം അല്ലെങ്കിൽ എക്സ്റ്റേണലിയും ആകാം. അപ്പോൾ ഇതെന്താണ്? ഒരു എംപ്ലോയീസിനെ കുറിച്ചിട്ട് കസ്റ്റമറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. എന്നിട്ട് അനാലിസിസ് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്? 360-degree ഫീഡ്ബാക്ക്. കസ്റ്റമർ എന്ന് പറയുന്നത് ഇൻറ്റേർണലി കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ഉണ്ടാവും. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി സൂപ്പർവൈസർ. ഇപ്പോൾ ആ എംപ്ലോയീസിൻ്റെ അതിൽ ആ വർക്കറെ തൊട്ടു മുകളിലുള്ള സൂപ്പർവൈസർ, ഇമ്മീഡിയറ്റ്ലി സൂപ്പർവൈസർ, അതേപോലെ തന്നെ അതർ മാനേജേഴ്സ്, അതുപോലെ തന്നെ കോവർക്കേഴ്സ്, സബോർഡിനേറ്റ്സ്. ഇവരൊക്കെ എന്താണ്? ഇൻറ്റേർണലി ആ ഒരു എംപ്ലോയിയുമായിട്ട് അല്ലെങ്കിൽ ആ വർക്കറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇൻക്ലൂഡിങ് ദി ഇമ്മീഡിയറ്റ്ലി സൂപ്പർവൈസർ, അതർ മാനേജേഴ്സ്, കോവർക്കേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. ഇനി എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിൽ ആരൊക്കെയാണ് വരിക? എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് മേ ഇൻക്ലൂഡ് ക്ലയൻറ്റ്, അതായത് സ്ഥാപനത്തിൻ്റെ ക്ലയൻറ്റുകൾ, കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ അപ്ലിക്കൻസ്, എന്തെങ്കിലും കൺസൾട്ടൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലിക്കൻസ്, അതേപോലെ തന്നെ കൺസൾട്ടൻറ്റുകൾ, അതുപോലെ തന്നെ സ്റ്റാഫ് റൂം, അതർ ഏജൻസീസ്, ലെജിസ്ലേറ്റേഴ്സ്. ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ആര്? എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പുറത്തുനിന്നുള്ള കൺസൾട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റേഴ്സ് ആയിരിക്കും. ഇവരൊക്കെ എന്ത് പറയാൻ പറ്റും? എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റും. ദ ബേസിസ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു പ്രൊവൈഡ് എ ബോർഡർ അസസ്മെൻറ്റ് ഓഫ് ഹൗ ആൻ എംപ്ലോയി ഈസ് ഡൂയിങ് ഓൺ ദി ജോബ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ എംപ്ലോയി അയാളുടെ ജോബ് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹീസ് ഡൂയിങ് ഓൺ ദി ഹൗ ആൻ എംപ്ലോയി ഹീസ് ഡൂയിങ് ഓൺ ദ ജോബ്. അയാളുടെ ജോബ് എങ്ങനെയാണ് അയാൾ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് അസസ്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? 360-degree ഫീഡ്ബാക്ക് കണ്ടക്ട് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും അയാളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ഓക്കെ, അത് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവിടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. ഓക്കെ, ഇതാണ് മൾട്ടി സോഴ്സ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെക്കൻഡ് മെത്തേഡാണ് പെർഫോമൻസ് ഇവാലുവേഷൻ്റെ സെൽഫ് അസസ്മെൻറ്റ്.
ആ വേർഡിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും, സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ആയിരിക്കും. പ്രൊവൈഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയീസ് ടു എവാലുവേറ്റ് ദെയർ ഓൺ പെർഫോമൻസ് ആൻഡ് എക്സ്പ്രസ് ഹൗ ദേ തിങ്ക് ദേ ഹാവ് പെർഫോമഡ് വിത്തൗട്ട് ബീങ് ഇൻഫ്ലുവൻസഡ് ബൈ ദെയർ സൂപ്പർവൈസേഴ്സ് ജഡ്ജ്മെൻറ്റ്സ്. ഇപ്പം നേരത്തെ പറഞ്ഞ എന്താണ്, 360 ഡിഗ്രി ഫീഡ്ബാക്കിലാണ് നമ്മൾ ആരെന്ന ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, അതായത് സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, സബോർഡിനേറ്റ്സ്, കോവർക്കേഴ്സ്, ഇവരെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ എംപ്ലോയിൻ്റെ ഫീഡ്ബാക്ക് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയിക്ക് സ്വന്തമായിട്ട് അസസ്മെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം, അതാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ സൂപ്പർവൈസറും മാനേജറൊക്കെ എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ വർക്കർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണെന്ത്, സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയീസ് ടു ഇവാലുവേറ്റ് their own performance and express how they think they have performed. അവരെങ്ങനെ പെർഫോം ചെയ്തു, അവരെങ്ങനെയാണ് തിങ്ക് ചെയ്തത്, വിത്തൗട്ട് ഒരു ഇതുമില്ലാതെ, വിത്തൗട്ട് ബീങ് ഇൻഫ്ലുവൻസഡ് ബൈ ദെയർ സൂപ്പർവൈസേഴ്സ് ജഡ്ജ്മെൻറ്റ്, അവരുടെ സൂപ്പർവൈസേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ ആ എംപ്ലോയി എങ്ങനെയാണ് വർക്ക് ചെയ്തത്, എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ള ഒരു അവസരം, അതാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. Supervisors are so evaluate performance on the same factors and use the basis to compare responses. അവരെന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യും. കാരണം എംപ്ലോയി ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ ഒരു എംപ്ലോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വരുന്നതാണ് സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സ്. എന്താണ് സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സ്, അല്ലെങ്കിൽ അപ്വേർഡ് അപ്രൈസൽ എന്നും പറയാൻ പറ്റും. സൂപ്പർവൈസേഴ്സ് ആർ റിവ്യൂഡ് ബൈ ദോസ് ദേ സൂപ്പർവൈസ്. എന്താണ്, ആരൊക്കെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, ആ ആളുകളെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് അപ്രൈസൽ. സൂപ്പർവൈസേഴ്സ് ആർ റിവ്യൂഡ് ബൈ ദോസ് ദേ സൂപ്പർവൈസർ. അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, സൂപ്പർവൈസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ദിസ് മെത്തേഡ് സെർവ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് പെർഫോം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് അതിൽ സാധ്യമാവും, സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സിൽ സാധ്യമാണ്. ഹൗ വിൽ ദേ കമ്മ്യൂണിക്കേറ്റ്, പ്രൊവൈഡ് ഡയറക്ഷൻ, ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി. സൂപ്പർവൈസേഴ്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നടത്തിയിട്ടുണ്ടോ, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ, ഡീസെൻട്രലൈസേഷൻ നടത്തിയിട്ടുണ്ടോ, എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത്, ഈ കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർവൈസറെ പെർഫോമൻസ് എടുക്കാൻ സബോർഡിനേറ്റ് അപ്രൈസലിലൂടെ അല്ലെങ്കിൽ അപ്വേർഡ് അപ്രൈസലിലൂടെ സാധിക്കും. എംപ്ലോയീസ് ഫിയർ റിപ്രസൽ മേ ഇൻഹാബിറ്റ് ദ ഫ്രം ഹോണസ്റ്റ്ലി പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ ദ സൂപ്പർവൈസേഴ്സ് പെർഫോമൻസ്. അതാണ് സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സ്. പിന്നെ വരുന്ന നാലാമത്തെ മെത്തേഡാണ് പിയർ. എന്താ പിയർ എന്ന് പറഞ്ഞാൽ, കോവർക്കർ. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് കോവർക്കേഴ്സ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയി. ഒരു കോവർക്കർ എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, പിയർ ഇവാലുവേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിമൈസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ റിലേറ്റ് ടു ആൻ എംപ്ലോയി, ഈസ് ദെയർ ഈക്വൽ ആൻഡ് ആർ ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ ടു ജഡ്ജ് the employee performance because they understand the nature of the job and are familiar with the activities of the employee. സ്വാഭാവികമായിട്ടും ഒരേ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജോലി, ആ ടാസ്ക് പെർഫോം ചെയ്യാൻ എന്തൊക്കെ വേണം, അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് കൃത്യമായിട്ട് ശരിക്കും അറിയുന്നത് ആരായിരിക്കും, കോവർക്കേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർക്കുള്ള ഡ്യൂട്ടി എന്താണ് ഒരു ടീച്ചർക്ക് അറിയുള്ളൂ. അതുപോലെ തന്നെ പോലീസുകാരനാണെങ്കിൽ ആ പോലീസുകാരനെ നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താണ്, അയാളെ എന്തൊക്കെ ഫങ്ഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പോലീസുകാരന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് അതിലൂടെ സാധ്യമാവും, പിയർ ജഡ്ജ്മെൻറ്റിലൂടെ സാധ്യമാവും.
പിന്നെ വരുന്നതാണ് MBO. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. MBO ഈസ് എ ഫോം ഓഫ് റിസൾട്ട് ഓറിയൻറ്റഡ് അപ്രൈസൽ. റിസൾട്ട് ഓറിയൻറ്റഡ് അപ്രൈസൽ ആണ് എന്ത് MBO എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് commonly used for supervisors but may be used for other employees as well. എംപ്ലോയി സൂപ്പർവൈസർ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇറ്റ് റിക്വയർ ദാറ്റ് ബോത്ത് ദ സൂപ്പർവൈസർ ആൻഡ് സബോർഡിനേറ്റ് എഗ്രി അപ്പോൺ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഇൻ ദി ഫോം ഓഫ് മെഷറബിൾ റിസൾട്ട്. രണ്ടു കൂട്ടർ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, അതിന് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് സൂപ്പർവൈസറും എംപ്ലോയിയും വർക്ക് ചെയ്യുന്ന അപ്രൈസൽ മെത്തേഡാണെന്ത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ്റെ 5 ടെക്നിക്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് 360 ഡിഗ്രി ഫീഡ്ബാക്ക്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, എക്സ്റ്റേണൽ ഉണ്ടാവും. അയാളുമായി ഒരു എംപ്ലോയിയുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആളുകളെത്തുന്ന സബോർഡിനേറ്റ്സ്, കോവർക്കേഴ്സ്, ഇൻഡിവിജ്വൽ ക്ലയൻറ്റ്, ഇവരിൽ നിന്നൊക്കെ ഡാറ്റാസ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് 360 ഡിഗ്രി ഫീഡ്ബാക്ക്. പിന്നെ സെൽഫ് അസസ്മെൻറ്റ്. എന്താണ്, ഒരു എംപ്ലോയി അയാളെക്കുറിച്ചിട്ട് ആരും ഇൻസ്പിറേഷൻ ചെയ്യാതെ അയാൾ ആ ജോലി അയാൾ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് എങ്ങനെയൊക്കെ ജോലി ചെയ്തു എന്നുള്ള സെൽഫ് അസസ്മെൻറ്റ് നടത്തുക. പിന്നെ സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ്, സൂപ്പർവൈസർ തൊട്ട് മേലുള്ള ആൾ അയാളെ സൂപ്പർവൈസർ ഇവാലുവേഷൻ നടത്തുക. പിന്നെ പിയർ ഇവാലുവേഷൻ, ഏറ്റവും ബെറ്റർ പെർഫോമൻസ് ഇവാലുവേഷനാണത്. കാരണം ഒരു ജോലി ഒരു കോവർക്കർക്കാണ് കൃത്യമായിട്ട് അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി അറിയുക. അപ്പോൾ ഒരു കോവർക്കർ മറ്റൊരാളെന്ത് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക. പിന്നെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് സൂപ്പർവൈസർ എംപ്ലോയി ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തോ നിലയിൽ അനാലിസിസ് നടത്തുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇത്രയും 5 മെത്തേഡുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ഒരു 5 മെത്തേഡും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.